ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ധാരണ. ഇരു രാജ്യങ്ങളും പുതിയ ഹൈ കമ്മീഷണർമാരെ നിയമിക്കും. വ്യാപാരം, ഊർജം മേഖലയിൽ അടക്കം സഹകരണത്തിനും ധാരണയായി. VR കാർത്തിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഗുഡ് മോർണിംഗ്. 2 വർഷത്തിലധികമായി നീണ്ടുനിന്ന ഒരു അസ്വാരസ്യങ്ങളാണ്, അതിനൊക്കെ തിരശീല വീഴുകയാണ്. സഹകരണത്തിനും സമവായത്തിനുമുള്ള നീക്കത്തിലേക്ക് ഇന്ത്യയും കാനഡയും നേരത്തെ തന്നെ കടന്നിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, ഔദ്യോഗിക ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ, അല്ലേ? തീർച്ചയായും. ഗുഡ് മോർണിംഗ് ആര്യ. ഇന്ത്യ കാനഡ ബന്ധത്തിൽ പ്രതീക്ഷാവഹമായ ചില പുരോഗതികൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനം. അതിന് വഴിയൊരുക്കിയത് G7 ഉച്ചകോടിയാണ്. 2018 മുതൽ G7 ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി സ്ഥിരമായി പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ കാനഡയാണ് G7 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ചത്. ഇന്ത്യയെ ക്ഷണിക്കുമോ എന്ന തരത്തിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു. കാരണം കാനഡയിലെ സിഖ് സംഘടനകളടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർക്ക് കാർണിയെ സമീപിച്ചിരുന്നു. എന്നാൽ തികച്ചും വിപരീതമായി അതൊന്നും വകവയ്ക്കാതെ കാനഡ ഇന്ത്യയെ ക്ഷണിക്കുകയും പ്രധാനമന്ത്രി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് ഇപ്പോൾ പ്രതീക്ഷാവഹമായ ചില കാര്യങ്ങൾ പുറത്തുവരുന്നത്. നേരത്തെ തന്നെ സെപ്റ്റംബർ 18, 2023 അന്ന് കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അവരുടെ ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന ചർച്ചയ്ക്കിടെ നടത്തിയ ഒരു പരാമർശത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. അന്ന് ഹൗസ് ഓഫ് കോമൺസിൽ ഹർദീപ് നിജാറുമായി അദ്ദേഹത്തിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് അദ്ദേഹം ഇന്ത്യയുടെ പങ്ക് സംബന്ധിച്ച സുപ്രധാനമായ ഒരു പരാമർശം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്നായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശം. അതേ തുടർന്ന് ബന്ധം കൂടുതൽ വഷളായി. ഇരു രാജ്യങ്ങളും അവരുടെ ഹൈക്കമ്മീഷണർമാരെ പുറത്താക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആദ്യഘട്ടത്തിൽ കാനഡ അവരുടെ ഹൈക്കമ്മീഷണറെയും മറ്റ് 5 നയതന്ത്ര ഉന്നത ഉദ്യോഗസ്ഥരെയും പുറത്താക്കി. അതിന് മറുപടി എന്നോണം ഇന്ത്യയും കാനഡയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്ന കാഴ്ചകൾ ഉണ്ടായി. അതിനുശേഷം വലിയ തോതിൽ ബന്ധം വഷളായിരുന്നു. കഴിഞ്ഞ ഏപ്രിലാണ് കാനഡ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരത്തിലെത്തിയത്. അതിനുശേഷം ചില സുപ്രധാന മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചന അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലടക്കം വന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ നിർണായകമാകുന്നത്. എന്തായാലും G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ട്. ഇന്ത്യയും കാനഡയും വിവിധ മേഖലകളിൽ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ധാരണയായി. പ്രത്യേകിച്ച് ഊർജം, അതോടൊപ്പം തന്നെ സഹകരണം, അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്തും എന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ G7 ഉച്ചകോടിയിൽ നടന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ പിൻവലിച്ച ഹൈ കമ്മീഷണർമാരെ ഉടൻ തന്നെ നിയമിക്കും എന്ന കാര്യത്തിലും ഏറെക്കുറെ ധാരണയായി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിൽ പ്രതീക്ഷാവഹമായ വാർത്തകളാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഖാലിസ്ഥാൻ വിഘടനവാദികളോടും അവരോടുള്ള മൃദു സമീപനം, കാനഡയുടെ മൃദു സമീപനത്തോടും ഇന്ത്യ എക്കാലത്തും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ആ ജസ്റ്റിൻ ട്രൂഡോയുടെ സമീപനത്തിൽ നിന്ന് മാർക്ക് കാർണിയിലേക്ക് എത്തുമ്പോൾ ആ മൃദു സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അവിടെ എത്തിയപ്പോൾ വിവിധ സിഖ് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഖലിസ്ഥാൻവാദികളുടെ നേതൃത്വത്തിലായിരുന്നു ആ പ്രതിഷേധം ശക്തമായി നടന്നത്. അതൊന്നും വകവയ്ക്കാതെ മാർക്ക് കാർണി ഇത്തരത്തിൽ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അതിന് ഇന്ത്യ ശക്തമായ പിന്തുണയും നൽകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ആര്യ, തീർച്ചയായും. VR കാർത്തിക്കാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ഇന്ത്യ കാനഡ ബന്ധം മെച്ചപ്പെടുന്നു. ആശാവഹമായ വാർത്തകളാണ് G7 ഉച്ചകോടിയിലെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പബ്ലിക് ഓഫ് ക്രൊയേഷ്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ക്രൊയേഷ്യ പ്രസിഡന്റ് സോറൻ മിലനോവിച്ചും പ്രധാനമന്ത്രി ആൻഡ്രജ് പ്ലൻകോവിച്ചുമായി മോദി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപ്പര്യമുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്.